എടാ നിനക്ക് എന്തില്ല കേട്ടോ ഇവിടെ ഒരു കേട്ടം നോക്കിയായിരുന്നു. പോടാ പുല്ലേ. എടാ ഞാൻ നിന്റെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ നീ അവന്റെ അടുത്ത് പോയി പറയില്ലെന്ന് ഞാൻ നിന്റെ അടുത്ത് പലവണ പറഞ്ഞിട്ടുണ്ടാ. അളിയ ഞാൻ അടിച്ചോണ്ടിരുന്ന ഞാൻ പറഞ്ഞാണ്, പക്ഷെ ഞാൻ പച്ചക്കാണ് ഞാൻ പറയില്ല അളിയ. തരടാ വായി. എടാ ഞാൻ ബാറിന്റെ അകത്ത് അടിച്ച് ഫിറ്റായി ബോധമില്ല തുണിയില്ലാതെ കിടന്ന കാര്യം ദോ അവന്റെ കാമുകിന് ചെവിയിൽ ഓതി കൊടുത്തോണ്ടിരിക്കണ്ടാ. ഞാൻ എന്തിനു ചെയ്യേ ഇന്ന് ഞാൻ അതെ എന്താ എന്റെ പ്രശ്നം എന്ത്? യവൻ തുണിയില്ലാതെ ഇരുന്ന കഥ നീ ഇതന്നെ ഇപ്പൊ പറഞ്ഞുള്ളൂ. ഭയങ്കര കോമഡി. എന്റെ അളിയന്റെ കാര്യം അവൻ തന്നെ ചോപ്പ് ചെട്ടി ഞാൻ രാവിലെ കഴിച്ച ഫുഡ് പണി കിട്ടിയടാ. ഞാൻ വീട് വരെ പോയിട്ട് വരാം. എടി ഷിയാസിന് തൂറാമുണ്ടെന്ന്. മോനെ ഇവ എന്താ പാകിസ്ഥാൻ ചാരനാ? ഇവിടെ നടക്കണ കാര്യമൊക്കെ അവിടെ വിളിച്ച് പറഞ്ഞു കൊടുക്കേ. ഹോ, എന്റെ ഒരു കാര്യം പറയാത്തോണ്ട് കൊള്ളാം. അതൊക്കെ എന്റെ അളിയൻ വിജയ് തൂറാമുട്ടി വിളയെ കയറി തുടയ്ക്കാൻ എടുത്തതാ. ചൊറിയണ കോതമംഗലം പരിപാടി. ഇത് എന്റെ കഥയും കാലം കൊള്ളാം കേട്ടാ. പറഞ്ഞപ്പോ അവൻ കുത്തോടെ തന്നെ പറഞ്ഞു കേട്ടാടേ. എടി പിന്നെ വിജയ് ഷിയാസൊക്കെ എന്താ എന്നാ ഫോണ് നീ എന്തിന്റെ ആവശ്യമില്ല ഇവിടെ നടക്കണ കാര്യമൊക്കെ അവളെ ചെവിയിൽ കൊണ്ട് ഓതി കൊടുക്കണത്. എന്തെങ്കിലും ടോപ്പിക് വേണ്ട അളിയാ സംസാരിക്കാൻ. ടോപ്പിക് വേണമെങ്കിൽ നിന്റെ അച്ഛൻ രായമണി മറ്റേ ബസ് സ്റ്റാൻഡ് തുണിയില്ലാതെ കിടന്ന് അടിയുണ്ടാക്കിയ കഥ എടുത്ത് നീ പറഞ്ഞു കൊടുറാ. അല്ലെങ്കിൽ നിന്റെ അപ്പൂപ്പയും വ്ളാങ്ക് മണിയനും വത്സലയും കൂടെ ഡിംഗിൾഫിക്കേഷൻ അത് പറഞ്ഞു. അതൊക്കെ പറഞ്ഞ ട്രാജഡി ആയിരിക്കും. ഇതാകുമ്പോ കോമഡി ആയിരിക്കും. ഹലോ ഞാൻ തന്നെ ഷിയാസ്. ഇത്ര നേരം നമ്മളെ കഥയായിട്ട് സൂചിച്ചല്ല, ഇനി അവന്റെ കഥയായിട്ട് സൂചിക്ക്. അവന്റെ അച്ഛൻ രായമണിയും പണ്ട് ബസ് സ്റ്റാൻഡിൽ തുണിയില്ലാതെ കിടന്ന് അടിയുണ്ടാക്കി നാട്ടുകാരെ കയ്യിൽ നിന്ന് ഇടി വാങ്ങിച്ച കഥ നിനക്കറിയാം. ഇവന്റെ അപ്പൂപ്പൻ ബ്ലോക്ക് മണിയനും വത്സലയും കൂടെ വാഴപ്പണ ഇട്ട് പിടിച്ച കഥ അറിയാൻ വേണ്ടി നിനക്ക്. അങ്ങനല്ല. അവൻ അച്ഛൻ അങ്ങനെ ചെയ്യൂല.